നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് ഒഴിഞ്ഞിടക്കുന്നതാണ് ഇതേപോലത്തെ മൊബൈൽ ബോക്സസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നേരത്തെ കണ്ട പോലത്തെ ഒരു അടിപൊളി ടേബിൾ ഓർഗനൈസർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉള്ളിലിരിക്കുന്ന കുഞ്ഞു പെട്ടി ഉണ്ടല്ലോ, ആ പെട്ടീനെ ഇതുപോലെ രണ്ടാക്കിയിട്ട് സെയിം ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്ത ശേഷം അതിനൊന്ന് അടിപൊളിയാക്കി കവർ ചെയ്ത് കൊടുക്കാം. ഞാൻ വൈറ്റ് ആയതുകൊണ്ട് ഉള്ളിൽ ആ ഒരു പ്രത്യേകമായിട്ടുള്ള ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഏരിയ കണ്ടോ, ഈ ഒരു ഗ്ലാസ് പേപ്പർ വെച്ച് കവർ ചെയ്ത രീതിയിൽ കവർ ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു ഫ്രണ്ടിലൊരു കുഞ്ഞു കേർവ് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്പണിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വലിയ ബോക്സ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബോക്സ്, അതൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടാക്കി ഈക്വലാക്കി പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. അതിനെ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡിന് നമുക്ക് ഒരു പിങ്ക് കളർ A4 പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ ബോക്സിൻ്റെ ഉൾഭാഗവും നമുക്ക് ഒരു പിങ്ക് പേപ്പർ വെച്ച് കവർ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി ക്യൂട്ടായിരിക്കുമല്ലോ. എന്നിട്ട് നമുക്ക് ആ ഒരു ഡിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാർഡ്ബോർഡ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലേക്കായിട്ടൊന്ന് ഫെവിക്കോളോ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം നന്നായി സ്റ്റിക്ക് ആവുന്ന ഒരു ഗം തന്നെയാണ് ഫെവിക്കോൾ. അപ്പോൾ അത് വെച്ചൊന്ന് അത്യാവശ്യം ടൈം എടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റിക്ക് ചെയ്ത് അതിനെ ഡിവൈഡ് ചെയ്തിട്ടോ. ഇനി നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കുഞ്ഞു ഡ്രോ ഉണ്ടല്ലോ, ആ ഡ്രോ നമുക്ക് ഇതിലേക്ക് വെച്ച് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ക്യൂട്ടാക്കാനുള്ളൊരു വഴിയാണല്ലോ നമ്മളെ സ്റ്റിക്കേഴ്സ്. അപ്പോൾ ആ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അവിടെ ഇവിടങ്ങളായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു പിങ്ക് അല്ലെങ്കിൽ റെഡ് ഷെയ്ഡ് വരുന്ന സ്റ്റിക്കേഴ്സാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സും കൂടി ഇതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഓർഗനൈസർ ഉണ്ടാക്കാനുള്ള പണി. ഇനി ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. നമ്മളെ കളേഴ്സ് ഇട്ട് വെക്കാനോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ എൻ്റെ വാഷി ടാപ്സൊക്കെ ഇതിലൊന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുക്കാമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കുറേ വാഷി ടാപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇതിലൊന്ന് സെറ്റിൽ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് വാഷി ടാപ്സ് ഉണ്ടായിരുന്നു, അത് മേലത്തെ ഒരു അറയിൽ വെച്ച് സെറ്റിൽ ചെയ്തു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇഷ്ടമുള്ള കളേഴ്സോ എന്ത് വേണമെങ്കിലും ഇതിൽ വെക്കാം കേട്ടോ. നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഓർഗനൈസർ, അത് അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്കിത് ക്യൂട്ടായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ക്യൂട്ട്നെസ് ഒന്ന് ഓവർലോഡ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ബോ കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഗ്ലാസ് പേപ്പറിൻ്റെ മുകളിലും ഞാൻ ഓരോ ബോ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടി ക്യൂട്ടായില്ലേ? ഇപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ ലുക്ക് കാണാനായിട്ട്? അടിപൊളിയല്ലേ? ടേബിളിൽ വെക്കുമ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് നോക്കിപ്പോയി ഇങ്ങനത്തെ ഓർഗനൈസറൊക്കെ ഉണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ എന്നും പറയും പോലെ ആ ലൈക്കൊന്ന് അടിച്ചിട്ട് പോടോ.